CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർക്ക് തുറന്ന കത്തുമായി 2010-ൽ CPM കൊലയാളി സംഘത്തിന്റെ വധശ്രമത്തിനിരയായി ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ട മുൻ പാർട്ടി പ്രവർത്തകൻ സുധാകരൻ പുഞ്ചക്കാട്. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തനിക്ക് നേരെ വീണ്ടും വധഭീഷണി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കത്ത്. ബാലസംഘം മുതൽ പാർട്ടിയിൽ സജീവമായിരുന്ന സുധാകരൻ മാർക്സിസത്തോടുള്ള ആശയപരമായ വിയോജിപ്പിനെ തുടർന്ന് 2002-ലാണ് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത്. പ്രവാസിയായിരുന്ന കാലത്ത് തന്റെ ആദ്യ ശമ്പളം പാർട്ടിക്ക് അയച്ചുകൊടുത്ത പാരമ്പര്യമാണ് തനിക്കുള്ളതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ 2010 നവംബർ 23-ന് പയ്യന്നൂരിലെ CPM നേതൃത്വത്തിന്റെ അറിവോടെ വാഗണാർ കാറിലെത്തിയ സംഘം ബോംബെറിഞ്ഞ് 17ഓളം തവണ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മരിച്ചെന്നുറപ്പിച്ച തന്നെ ദൈവതുല്യരായ ഡോക്ടർമാരാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. തന്നെ വധിക്കാൻ ശ്രമിച്ച പ്രതികളെ പാർട്ടി ജാമ്യത്തിലെടുത്ത് സംരക്ഷിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാരകമായി വെട്ടേറ്റ് കിടപ്പിലായ സമയത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനോട് തനിക്ക് ദയാവധം നടപ്പിലാക്കിത്തരണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പു വിവാദത്തിൽ പാർട്ടി വിട്ട വി. കുഞ്ഞികൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതാണ് ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം. ഒരു നേർത്ത പ്രതിഷേധത്തെപ്പോലും പാർട്ടി ഭയപ്പെടുന്നുവെന്നും ഫാഷിസമാണ് അവിടെ പൂത്തുലയുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഭീഷണിയെ തുടർന്ന് നിലവിൽ സുധാകരന്റെ വീടിനും കടയ്ക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും ദിവസത്തെ രാത്രികാല പോലീസ് കാവൽ കൊണ്ട് ഒരു സുധാകരനും ഇവിടെ ജീവിച്ചിരിക്കില്ല. CPM ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ എത്രകാലം കഴിഞ്ഞാലും അവർ ആ കൃത്യം നിറവേറ്റിയിരിക്കും. അതാണ് ചരിത്രം. എന്നാൽ ഈ ചരിത്രാനുഭവത്തിന്റെ കൂടെ കൂട്ടിവായിക്കപ്പെടേണ്ട മറ്റൊരു ചരിത്രാനുഭവം കൂടിയുണ്ട്. അത് മനുഷ്യരെ കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ ചരിത്രമാണ്. അത് മാഷെപ്പോലെ ഒരാളോട് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്തരം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചരിത്രത്തിൽ ഇന്ന് എവിടെയാണെന്നും മാഷിനെപ്പോലുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. ജനാധിപത്യപരമായി ഇടപെടുന്ന മനുഷ്യരെ വാൾമുനയാൽ ഭയപ്പെടുത്തി മുന്നോട്ടു പോകുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ജനാധിപത്യ ബോധ്യമല്ല. അത് ഫാഷിസത്തിന്റെ വഴിയാണ്. ആ വഴിയാണ് താങ്കൾ നേതൃത്വം കൊടുക്കുന്ന CPM എന്ന പാർട്ടി തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ചോരമണക്കുന്ന വാളിന്റെ ഊഴവും കാത്തിരിക്കാനേ ഞങ്ങളെപ്പോലുള്ളവർക്ക് സാധിക്കൂ. അതല്ല, സമാധാനം പുലരുന്ന ഒരു നാടിനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താങ്കളുടെ ഒരു ഉറച്ച തീരുമാനം മാത്രം മതി അത് സാധ്യമാകാൻ. പ്രിയ സഖാവേ, എന്റെ പേര് സുധാകരൻ. ജനിച്ചതും വളർന്നതും കുന്നരുവിലും രാമൻതളിയിലുമായിരുന്നു 2003 വരെ. ഇപ്പോൾ 23 വർഷമായി ഞാൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പുഞ്ചക്കാട് പ്രദേശത്താണ് താമസിക്കുന്നത്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. കുട്ടിക്കാലം ബാലസംഘത്തിലും വിദ്യാർത്ഥികാലം SFIയിലും യുവത്വം DYFIയിലും പിന്നെയുള്ള ജീവിതം CPMലുമായിരുന്നു. ഈയൊരു ജീവിത പശ്ചാത്തലമാണ് ഇന്ന് ഞാൻ CPM എന്ന പാർട്ടിയിൽ നിന്നും നേരിടുന്ന ജീവന്റെ ഭീഷണിക്ക് കാരണമെന്ന് വിവേകത്തോടെ തിരിച്ചറിയുന്നു. CPMന്റെ സജീവ പ്രവർത്തകനും അതിന്റെ ഭാരവാഹിയുമായിരുന്ന ഞാൻ 1992-ലാണ് തൊഴിലാവശ്യാർത്ഥം പ്രവാസിയാകുന്നത്. പ്രവാസ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ആദ്യ ശമ്പളം ഞാൻ അയക്കുന്നത് എന്റെ വീട്ടിലേക്കായിരുന്നില്ല, ഞാൻ വിശ്വസിച്ച എന്റെ പാർട്ടിക്കായിരുന്നു, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്. കാരണം പാർട്ടിയും വീടും എനിക്കൊന്നുതന്നെയായിരുന്നു. 2002-ൽ പ്രവാസജീവിതം മതിയാക്കി നാട്ടിൽ വന്ന ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത് CPMനോടോ അതിനകത്തെ ഏതെങ്കിലും വ്യക്തികളോടോ ഉള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ലായിരുന്നു, മറിച്ച് മാർക്സിസത്തോടുള്ള ആശയപരമായ വിയോജിപ്പിന്റെ പേരിലായിരുന്നു. അപ്പോൾ പോലും നാട്ടിലെ പലതരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളുടെ ഭാഗമായി എന്റെ വീട്ടിൽ പാർട്ടി ദേശാഭിമാനി പത്രം വാങ്ങിക്കുന്നതിനോ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നതിനോ എനിക്ക് വിയോജിപ്പോ പരിഭവമോ ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് 2010 നവംബർ 23-ന് എനിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടാകുന്നത്. അത് പയ്യന്നൂരിലെ CPM നേതൃത്വത്തിന്റെ പൂർണ്ണമായ അറിവോടെയായിരുന്നു. ഒരു വാഗണാർ കാറിൽ വന്ന പാർട്ടി കൊലയാളി സംഘം എനിക്ക് നേരെ ബോംബെറിഞ്ഞ് അതിഭീകരമായി വെട്ടുകയും ചെയ്തു. 17ഓളം തവണ വെട്ടിപ്പരിക്കേറ്റ ഞാൻ അറ്റുപോയ കാലും കൈകളുമായി മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിലെത്തുമ്പോൾ പാർട്ടി എന്റെ മരണം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. ഇത്രയേറെ വെട്ടേറ്റ ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് ഒരാൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും ദൈവതുല്യരായ ഡോക്ടർമാരുടെ കഠിന പ്രയത്നവും കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. എന്ത് കാരണത്തിന്റെ പേരിലായിരുന്നു എന്നെ വധിക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്ന് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. ഞാൻ ഏതെങ്കിലും രീതിയിൽ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാളല്ല. ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളല്ല. എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ല. എന്നിട്ടും
പാർട്ടി എന്നെ കൊല്ലാൻ ആളെ വിട്ടു. പോലീസ് പ്രതികളെ പിടിച്ചപ്പോൾ പാർട്ടി അവരെ ജാമ്യത്തിലെടുത്തു. അവർക്ക് ചെല്ലും ചിലവും കൊടുത്ത് സംരക്ഷിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു മാഷേ ഈ കൊലവിളിയും കൊലപാതകശ്രമവും? അതുകൊണ്ട് പാർട്ടിക്ക് എന്ത് നേട്ടമാണുണ്ടായത്? ഇതുവഴി എന്ത് സന്ദേശമാണ് പാർട്ടി പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? അന്യന്റെ ശബ്ദം സംഗീതമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യാശയാസത്തിന്റെ തലമുറക്കാർ ഒരു നേർത്ത പ്രതിഷേധത്തെപ്പോലും ഇത്രമാത്രം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫാഷിസം എവിടെയാണ് മാഷേ പൂത്തുലയുന്നത്? 2010 പയ്യന്നൂർ പാർട്ടി എന്റെ മരണ വാറന്റിൽ ഒപ്പിടുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനായിരുന്നു. വെട്ടേറ്റ് പൂർണ്ണമായും കിടപ്പിലായ ഞാൻ ഇനിയൊരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കില്ല എന്ന ബോധ്യത്തിൽ എന്നെ വധിക്കാൻ ശ്രമിച്ച കൊലയാളി സംഘത്തോട് പറഞ്ഞു തന്നെ എന്റെ ദയാവധം നടപ്പിലാക്കി തരണമെന്ന് പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തുകൊണ്ടോ ആ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരുന്നില്ല. അന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലെ പ്രധാന വാർത്ത എന്റെ ദയാവധം ആവശ്യമായിരുന്നു. കാലം കുറേ കഴിഞ്ഞു, അതായത് 16 വർഷമാകാൻ പോകുന്നു. അന്ന് ഞാൻ അനുഭവിച്ച വേദന, എന്റെ സങ്കടങ്ങൾ എല്ലാം എന്റേത് മാത്രമായി തീർന്നുകൊണ്ടിരിക്കുന്നു. കണക്കുകൾ പകരം ചോദിക്കുവാനോ പ്രതികാരം ചെയ്യുവാനോ ഉള്ള പലരുടെയും സഹായ വാഗ്ദാനങ്ങളൊന്നും തന്നെ എന്റെ ജനാധിപത്യ ബോധ്യങ്ങൾക്ക് നിരക്കുന്നതായിരുന്നില്ല. ഇന്ന് ഞാൻ വീണ്ടും ഇക്കാര്യം എഴുതാൻ കാരണം 2010 മൂർച്ച കൂട്ടിയ വടിവാളിന് 2026 വീണ്ടും മൂർച്ച കൂട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ CPM എന്ന പാർട്ടി വിട്ടതിനുശേഷം മറ്റൊരു പാർട്ടിയിലും ചേരാത്ത ആളാണ് ഞാൻ. എന്നാൽ പലപ്പോഴായും എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള ചില നിലപാടുകൾക്ക് മനസ്സുകൊണ്ടും എഴുത്തുകൊണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ബോധ്യമായിരുന്നു പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഫണ്ട് വിഷയം. അതെനിക്ക് മാത്രമല്ല മറ്റു പലർക്കുമുണ്ടെന്നുള്ള കാര്യം താങ്കൾക്കും അറിയാവുന്നതാണ്. ആ ബോധ്യത്തിന്റെ പുറത്ത് കുഞ്ഞികൃഷ്ണനു വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് ജനാധിപത്യ ബോധ്യമുള്ള ആരും കരുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ വിചിത്രമെന്നു പറയട്ടെ, അത്തരമൊരു പോസ്റ്റ് എഴുതിയതിന്റെ പേരിൽ വീണ്ടും എനിക്ക് നേരെ ആക്രമഭീഷണി വന്നിരിക്കുകയാണ്. എന്റെ വീടിനും കടയ്ക്കും പോലീസ് സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. ആരിൽ നിന്ന് രക്ഷ നേടാൻ? CPMൽ നിന്ന്. ഇതെന്ത് ലോകമാണ് സഖാവേ? നിങ്ങൾ എന്ത് ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചുമാണ് വാതോരാതെ സംസാരിക്കുന്നത്? അന്യന്റെ ശബ്ദം സംഗീതമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യാശയാസത്തിന്റെ തലമുറക്കാർ ഒരു നേർത്ത പ്രതിഷേധത്തെപ്പോലും ഇത്രമാത്രം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫാഷിസം എവിടെയാണ് സഖാവെ പൂത്തുലയുന്നത്? ഏതാനും ദിവസത്തെ രാത്രികാല പോലീസ് കാവൽ കൊണ്ട് ഒരു സുധാകരനും ഇവിടെ ജീവിച്ചിരിക്കില്ല. CPM ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ എത്ര കാലം കഴിഞ്ഞാലും അവർ ആ കൃത്യം നിറവേറ്റിയിരിക്കും. അതാണ് ചരിത്രം. എന്നാൽ ഈ ചരിത്രാനുഭവത്തിന്റെ കൂടെ കൂട്ടിവായിക്കപ്പെടേണ്ട മറ്റൊരു ചരിത്രാനുഭവം കൂടിയുണ്ട്. അത് മനുഷ്യരെ കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ ചരിത്രമാണ്. അത് മാഷെപ്പോലെ ഒരാളോട് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും ചരിത്രത്തിൽ ഇന്ന് എവിടെയാണെന്നും മാഷിനെപ്പോലുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. ജനാധിപത്യപരമായി ഇടപെടുന്ന മനുഷ്യരെ വാൾമുണയാൽ ഭയപ്പെടുത്തി മുന്നോട്ടു പോകുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ജനാധിപത്യ ബോധ്യമല്ല. അത് ഫാഷിസത്തിന്റെ വഴിയാണ്. ആ വഴിയാണ് താങ്കൾ നേതൃത്വം കൊടുക്കുന്ന CPM എന്ന പാർട്ടി തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ചോരമണക്കുന്ന വാളിന്റെ ഊഴവും കാത്തിരിക്കാനേ ഞങ്ങളെപ്പോലുള്ളവർക്ക് സാധിക്കൂ. അതല്ല, സമാധാനം പുലരുന്ന ഒരു നാടിനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താങ്കളുടെ ഒരു ഉറച്ച തീരുമാനം മാത്രം മതി അത് സാധ്യമാകാൻ.